ഹലോ ഇന്ദിരേ, എവിടെയാ ഇല്ലത്? ഞാൻ എൻ്റെ പറമ്പില് പ്ലാസ്റ്റിക് വർക്കേന്ന് പോക്കറ. എന്താ കാര്യം പറ. ഒരു രണ്ടാം കെട്ടുകാരനെ നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ കേട്ടോ, ഞാൻ പറയാം. ഇന്ദിരയല്ലേ അത്? ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതാണ്ട് സെറ്റാക്കണം. ഇന്ദിരേ, പ്ലാസ്റ്റിക് വറക്കാനേ ഞാൻ സഹായിക്കാം. ഇത് പിന്നെ കാറ്റിന് ഇങ്ങനെ പറന്ന് വരുന്നതാണ് കേട്ടാ. പിന്നെ ഇത് പഞ്ചായത്ത് കൊടുത്താൽ പൈസ കിട്ടും കേട്ടാ. നീ എന്തിനാ എൻ്റെ പറമ്പിൽ പ്ലാസ്റ്റിക് വറക്കാൻ പറ്റുന്നത്? ഞാൻ വറക്കിക്കോളൂ. അല്ല, അപ്പം നീ ഇതിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് നീ വിചാരിച്ചു കേട്ടാ. അത്രയേ ഉള്ളൂ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞാനിങ്ങനെ ഭാര്യയില്ലാതെ 6-8 വർഷമായില്ലേ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്ദിര അത് കാണുന്നില്ലേ? എന്താ ഇന്ദിരയുടെ ഉദ്ദേശം? പറമ്പിൽ പ്ലാസ്റ്റിക് എല്ലാം പറക്കിച്ച് എനിക്ക് ഇപ്പം പോകണം. അതന്നെ എൻ്റെ ഉദ്ദേശം. അല്ല ഇന്ദിര, എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ? ഞാനിങ്ങനെ ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയല്ലേ ചെയ്യുന്നത്. അതെന്താ നീ അത് കാണാത്തത്? ഞാൻ നടാൻ വേണ്ടി അത് പിന്നെ ഇതാ ഒരു പ്ലാസ്റ്റിക് കൂടി ഉണ്ട്. ഇതിലൂടെ പറക്കി അതിലിട്ട് ഇതാ പ്ലാസ്റ്റിക്. നാളെ നാല് പോക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും ഇന്ദിരക്ക് അത് മനസ്സിലായല്ലോ. സന്തോഷം. ഇതാ ഒരു പ്ലാസ്റ്റിക് ഇതും കൂടെ പറിക്കുക, അതിലേക്ക് ഇട്. നീയാണോ ഈ പറമ്പിലെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടിടുന്നത്? സംശയം ഉണ്ടല്ലോ എനിക്ക്. ഞാൻ മനസ്സാ വാച കർമ്മണ അങ്ങനെ ഇല്ല ആളല്ല കേട്ടാ. എൻ്റെ മനസ്സ് നിറയെ നീയാണ്. ഇന്ദിരയാണ് എൻ്റെ മനസ്സിൽ. നീ പ്ലാസ്റ്റിക് കുപ്പിയോട്ട് ഇങ്ങോട്ട് ഇട്ടേ. എനിക്ക് സന്തോഷമായി. അതെങ്കിലും ഇന്ദിര എന്നോട് ആവശ്യപ്പെട്ടല്ലോ. ആ ഉപകാരം ചെയ്യാനല്ലോ എൻ്റെ മനസ്സിങ്ങനെ ബമ്പെയ്യുന്നു. ഇതാ പ്ലാസ്റ്റിക് പിടിക്കും. അത് പിന്നെ ഇന്ദിര പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മനസ്സ് നിറയെ ഇന്ദിരയാണ്. നീ മിണ്ടാണ്ട് ആ കുപ്പിയിലിട്ടാ, എന്നിട്ട് അടുത്ത കുപ്പി വറക്ക്. ഇന്ദിരേ, നിന്നെ പെണ്ണ് കാണാൻ ഒരുത്തൻ വരുന്നുണ്ടല്ലോ. ആ കല്യാണ ബ്രോക്കർ എന്നെ വിളിച്ച് പറഞ്ഞതാ. ഓൻ വെറുതെ ഓരോരോ പലഹാരം തിന്നാൻ വേണ്ടി ഓരോരുത്തനെയും കൂട്ടിയിട്ട് വരും. അപ്പോൾ നിനക്ക് താല്പര്യമില്ല? ഞാനെന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും നല്ലൊരുത്തം വന്നാൽ അന്നേരം ഞാൻ സമ്മതിക്കും. അത് പിന്നെ ഇന്ദിര എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ നല്ലൊരുത്തനല്ലേ. എന്നെ പോലെ സഹായിക്കാൻ മനസ്സുള്ള ഒരുത്തൻ ഈ നാട്ടിൽ കാണൂല. ഇതാ ഈ പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അതിലേക്ക് ഇട്ടേ. ഇതാ സന്തോഷത്തോടെ അതിലിട്ട്. എടാ, എൻ്റെ കെട്ടിയോ മരിച്ചു. നിന്റെ കെട്ടിയോൾ എങ്ങനെ പോയത്? നീ ഒറ്റത്തടി എങ്ങനെ ആയത്? അത് പിന്നെ എന്നെക്കാളും സുന്ദരനായ ഒരുത്തൻ എപ്പോഴും അവളെ ബൈക്കിൽ വന്നിട്ട് കാണുമേ. ഒരു ദിവസം ഓള് ആ ബൈക്കുകാരൻ്റെ കൂടെയൊക്കെ പോയി. നല്ല സുന്ദരനല്ലേ? പിന്നെ അതാരാ നിന്നെക്കാളും നല്ല സുന്ദരൻ? ഇന്നലെയെങ്കിലും ഞാൻ സുന്ദരനാണെന്ന് പറഞ്ഞല്ലോ. വർത്തനം പറയാതെ കണ്ട് ഒന്നാ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഇതെല്ലാം പറിക്കാൻ എനിക്ക് പോയി ചോറും കറിയും വെക്കണ്ടേ? എനിക്കൊന്നും കഴിയുന്നില്ല. ഇന്നലെ പിന്നെ ആ കല്യാണ ബ്രോക്കറെ വിളിച്ചിട്ട് പറ ആ രണ്ടാം കെട്ടുകാരനെ കൂട്ടി ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇതാ ഈ പ്ലാസ്റ്റിക്കും കൂടെ അതിലിട്ടെ. അതിലിട്ട്. എനിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടാ. അത് പിന്നെ നിങ്ങളല്ലേ ഈ നാട്ടിലെ ഭൂലോക സുന്ദരി. അതല്ലേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇന്നലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ആ ബ്രോക്കർ ഇപ്പം ആ രണ്ടാം കെട്ടുകാരനെയും കൂട്ടി ഇപ്പം ഇങ്ങോട്ട് വരും. നിന്നെ കൊണ്ട് പുലിവാലായല്ല. ഞാൻ ഇതൊക്കെ ആരാ കെട്ടണ്ട്? ഇന്നലെയുടെ ഒരു കാര്യം, അങ്ങടാടിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഞാനത് എടുത്തിട്ട് തരാം. നീ അവിടെ ഇല്ല എന്തെങ്കിലും പ്ലാസ്റ്റിക് പറക്ക്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നല്ലേ. പിന്നെ ഇന്നലെ നീ എന്നെ കെട്ടാൻ പാടുള്ളൂ കേട്ടാ. ഈ പ്ലാസ്റ്റിക് പറക്കിട്ട് സോപ്പിംഗ് ഒന്നും ആക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ എന്നെക്കുറിച്ച് മാത്രം ആലോചിക്ക്. എന്നിട്ട് നാളെ പറഞ്ഞാൽ മതി. ഇന്നലെ അവന്മാർ വരുന്നുണ്ട്, ചതിക്കല്ലേ. കൂളിംഗ് ഗ്ലാസ് എല്ലാം ഉണ്ടല്ലോ. ഇവൻ ജനിക്കുമ്പോ ഉണ്ടാ കൂളിംഗ് ഗ്ലാസ് എല്ലാം. ഇന്നലെ ഒരു പ്ലാസ്റ്റിക് കൂടെ കിടക്കുന്നുണ്ട്. ഇതും കൂടെ അതിലിട്ടേക്ക്. അതെ, ആ കൂളിംഗ് ഗ്ലാസ് വെച്ചവന് ഇഷ്ടമല്ല എന്ന് പറയണേ. ഇവന് കുറച്ചു കാലമായി എന്റെ പിന്നാലെ നടക്കുന്നത്. ഇവന് കല്യാണം കഴിക്കണം പോലും. അപ്പൊ ഇവനെ എന്ത് ചെയ്യും? ഇവനാരാന്ന് മുള്ളം പഞ്ഞ തലയും വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്? കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പെണ്ണുങ്ങളെ പറ്റിക്കാൻ നോക്കുക. നീ എന്നാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഞാൻ അന്ന് ഇയാളെ ഫോട്ടോല്ലാം കാണിച്ചു തന്നെയല്ലേ. മുടി എന്താ ഇങ്ങനെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ ഞാൻ കിട്ടും അല്ലേ? ഇന്നലെ നിങ്ങൾ പോയിക്കോ. ഇവനിങ്ങനെ പറയുമ്പോ ഞാൻ എന്താ വേണ്ട? ഇന്നലെ എനിക്ക് സന്തോഷമായി. ഈ പ്ലാസ്റ്റിക്കും കൂടെ അതിലിട്ടെ. എനിക്ക് സന്തോഷമായി. ഇന്നലെ നീ എന്നെ കെട്ടാന്ന് പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി. നമുക്ക് ഒരുമിച്ച് ഇനി പ്ലാസ്റ്റിക് വറക്കാം. എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു പ്ലാസ്റ്റിക് പിടിച്ചു.